നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റം ചെയ്യും, അറസ്റ്റിലാകും, പുറത്തിറങ്ങി അതേ കുറ്റം തന്നെ വീണ്ടും ആവർത്തിക്കും. ബുധനാഴ്ച കണ്ണൂരിൽ അറസ്റ്റിലായ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന യുവതി ഇത് 4ാം തവണയാണ് കേസിൽ പിടിയിലാകുന്നത്. അതും 4 കേസുകളും പോക്സോ കേസുകൾ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചതിനാണ് 4 പോക്സോ കേസുകൾ ഈ യുവതിയുടെ പേരിലുള്ളത്. തളിപ്പറമ്പിലെ പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിൻ കാസർഗോഡ് 14-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇത്തവണ അറസ്റ്റിലായിരിക്കുന്നത്. കണ്ണൂരിൽ വ്യാജ പേരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സ്നേഹ മെർലിൻ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ വൈകൃതങ്ങൾക്ക് ഇരയായവരിൽ കൂടുതലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരെ ഈ ചതിയിൽ വീഴ്ത്തിയാണ് സ്നേഹ മെർലിൻ ഇവരെ പീഡനത്തിന് ഇരയാക്കിയിരുന്നത്. ഏറ്റവും ഒടുവിലത്തെ കേസിലും പീഡനത്തിന് ഇരയായ ഈ പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്തായിരുന്നു സ്നേഹ മെർലിൻ. ആ പെൺകുട്ടിയുടെ മാതാവും സ്നേഹ മെർലിനും ജയിലിൽ തടവുകാരായിരുന്നപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് ജയിലിന് പുറത്തേക്കും നീളുകയായിരുന്നു. ലഹരി വിൽപ്പന കേസിൽ പ്രതിയായിരുന്നു ഈ പെൺകുട്ടിയുടെ മാതാവ്. കണ്ണൂരിലെ ജയിലിൽ വെച്ചാണ് യുവതിയും സ്നേഹ മെർലിനും പരിചയപ്പെടുന്നത്. പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്നേഹ ഇവരുടെ കാസർഗോട്ടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 1 വർഷത്തോളം കാലമാണ് സ്നേഹ ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ കാലയളവിലാണ് പെൺകുട്ടിയുടെ മാതാവ് വീട്ടിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സ്നേഹ അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. അടുത്തിടെ സ്കൂളിലെ കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പിന്നാലെ കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ സ്വന്തം പിതാവിനാൽ പോലും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ കേസിൽ പിതാവ് സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ 13-നാണ് പോലീസ് ഈ കേസിൽ സ്നേഹയ്ക്ക് മേൽ പോക്സോ ചുമത്തി കേസെടുത്തത്. പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോയത്. കണ്ണൂർ മയ്യിൽ നാണിയൂരിൽ ഫാത്തിമ എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സ്നേഹ മെർലിൻ. അവിടെ നിന്നാണ് പോലീസ് സ്നേഹയെ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ASമാരായ മനു, ശിവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ജയശ്രീ എന്നിവർ അടങ്ങിയ സംഘമാണ് സ്നേഹയെ കസ്റ്റഡിയിലെടുത്തത്. സ്നേഹ മെർലിനെതിരെ ഇതിനു മുമ്പ് 3 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 3 കേസുകളും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങളായ പെൺകുട്ടിയെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ച കേസടക്കമുണ്ട്. പെൺകുട്ടികളെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയും ആൺകുട്ടിയെ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് സ്നേഹ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നതെന്നും പോലീസ് പറയുന്നു. 2025 മാർച്ച് 14-നാണ് 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സ്നേഹ മെർലിൻ അറസ്റ്റിലാവുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തിയതിനെ തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ അവർ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. കുട്ടിയെ സ്വാധീനിക്കുന്നതിനായി സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സ്നേഹ നൽകിയിരുന്നു. ഈ കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് സ്നേഹ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇരയായ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നായിരുന്നു സ്നേഹയുടെ മൊഴി. 15-കാരനെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതി ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു. ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ആ കേസിലും തളിപ്പറമ്പ് പോലീസ് സ്നേഹ മെർലിനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് സ്നേഹ കാസർഗോഡുള്ള സുഹൃത്തായി യുവതിയുടെ വീട്ടിലേക്ക് പോവുകയും അവരുടെ മകളെ പീഡിപ്പിക്കുകയും ചെയ്തത്. പീഡന കേസുകൾക്ക് പുറമെ തളിപ്പറമ്പിലെ CPI നേതാവായ കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയായിരുന്നു. അതായത് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് പിന്നീട് ഇവർക്ക് ജാമ്യം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പോക്സോ കേസിൽ എങ്ങനെയാണ് 3 കേസുകൾ മുമ്പ് സമാനമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും സുഖമായിട്ട് അവർ പുറത്തിറങ്ങുന്നു. ഇതേ കുറ്റകൃത്യം തന്നെ പോലീസിന് കൺമുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊന്നും ഒരു തരത്തിലും ജാമ്യം അനുവദിക്കാൻ പാടില്ല. ഇവരൊക്കെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്ത് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ഇവരിവിടെ കൊലപാതകം പോലുള്ള ക്രൈമുകളിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ നാളെ ഇവർ അതിന് മടിക്കില്ല എന്നുള്ളത് ആര് കണ്ടു? ഇപ്പോൾ ഭീഷണിപ്പെടുത്തൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ ഈ പെൺകുട്ടിയുടെ മാതാവിനും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പെൺകുട്ടിയുടെ പിതാവും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ്. മാതാവ് കഞ്ചാവ് കേസിൽ പ്രതിയാണ്. അപ്പോൾ ഈ
പെൺകുട്ടിയുടെ മാതാവിൻ്റെ കൂടി ഒത്താശയോടു കൂടിയാണോ സ്നേഹ മെർലിൻ 1 വർഷത്തോളം അവരുടെ വീട്ടിൽ താമസിച്ച് ആ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് എങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാവിനെയും തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിൽ ജാമ്യം നൽകി വീണ്ടും ഇതേ കുറ്റകൃത്യം തന്നെ ആവർത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുടെ പഴുതുകൾ അവർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലും ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിലും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതിലേറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പിതാവും അതിൽ പ്രതിയാണ് എന്നുള്ളതാണ്. 7 പേരാണ് പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ കേസിൽ പ്രതികളായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി സ്കൂളിലെ സഹപാഠികളോട് വിവരം തുറന്നു പറഞ്ഞതോടെയാണ് ഈ ക്രൂരത പുറം ലോകം അറിയുന്നത്. കൂട്ടുകാർ വിവരം അധ്യാപകരെയും തുടർന്ന് ചൈൽഡ് ലൈനെയും അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലയാലപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 7ാം ക്ലാസ് മുതലാണ് താൻ വിവിധ സമയങ്ങളിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിൽ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിലാണ് വാടക വീട്ടിൽ വെച്ച് അതിക്രമങ്ങൾ നടന്നത്. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സംഭവങ്ങളായി 7 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കേസ് പെരുന്നാട് പോലീസിന്റെ പരിധിയിലാണ് വരുന്നത്. കേസിലെ പ്രധാന പ്രതിയായ പിതാവടക്കം 2 പേർ നിലവിൽ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികളും പോലീസ് ആരംഭിച്ചു. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി പ്രായാധികം മൂലം മരണപ്പെട്ടതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതായത് പ്രായത്തിന്റെ അവശതകൾ മൂലം അയാൾ മരണപ്പെട്ടു. അപ്പോൾ അയാൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് സ്വന്തം കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഈ ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ബാക്കി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം നടക്കട്ടെ. ഈ പിതാവടക്കം വിദേശത്താണെന്ന് പറയുന്ന അയാളെയും എത്രയും വേഗം തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകട്ടെ. മാത്രമല്ല ഈ പെൺകുട്ടിയെ മറ്റാരെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ കൂടി ചൂഷണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മാതാവിനും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളത് കൂടി വിശദമായി അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെയും നടപടി എടുക്കണം.